ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് റെഡി ആയിട്ട് പോകുന്നത് ഗുരുദ്വാര കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്നുള്ളത്. രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇത്രയും കുട്ടികളുണ്ടെങ്കിലും അങ്ങനെ ആരും ലേറ്റ് ആവുകയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിക്കുക ചെയ്തത്. ഓട്ടോയിൽ പോകുന്ന സമയത്ത് നമുക്ക് റോഡുകളൊക്കെ കാണാം, നമുക്കിങ്ങനെ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് പോകാമല്ലോ. അതിന് വേണ്ടിയിട്ട് കൂടുതലും ഞങ്ങൾ മെട്രോയിലാണ് ഇവിടെ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഗുരുനാനാക്ക് ഡേ ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഗുരുദ്വാരയിൽ വന്നിട്ടുള്ളത്. ഗുരുനാനാക്കാണ് സിഖ് മതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭയങ്കര സെലിബ്രേഷൻസ് നടക്കുന്ന ദിവസമാണ്. സിഖുകാരുടെ വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. എനിക്ക് ഡൽഹിയിൽ വന്നിട്ട്, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും ഡൽഹിയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഈ ഗുരുദ്വാര തന്നെയാണ്. അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്, ഭയങ്കര കാമായിട്ടുള്ളൊരു ഏരിയ. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ക്രൗഡഡ് ആയിട്ട് പോലും, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ദിവസമായതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു റഷൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടായിരുന്നു ഇവിടെ എല്ലാവരും നടക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഇവരുടെ ഈ ഒരു ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ ഒരു ആരാധന സ്ഥലത്ത് കയറുന്നതിന് മുൻപ് നമ്മൾ തല മറക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ഇവിടെ തട്ടം ഇടാറുണ്ട്. പിന്നെ പുരുഷന്മാരാണെങ്കിൽ അവർ തലയിൽ മറ്റേ തലപ്പാവ് കെട്ടുമല്ലോ. അപ്പോൾ നമുക്ക് തട്ടം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു തുണി വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് മുടി മറിച്ചിട്ടാണ് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്ക് മല്ലു സിംഗ് സിനിമയൊക്കെ ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അവിടെ വന്നപ്പോൾ. എല്ലാവരും ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കാലൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു. ഞങ്ങൾ ഈ ഒരു ഏരിയ മൊത്തം കുറേ നേരം കവർ ചെയ്തു. അവിടേക്ക് ഇരുന്ന് ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം ഭയങ്കര വൃത്തിയാണ്. ഇവിടെ മൊത്തം നല്ല വൃത്തിയും പിന്നെ നല്ലൊരു തണുപ്പും എല്ലാം ഉണ്ട്. പിന്നെ പൊതുവെ ഡൽഹിയിൽ ഈ ഒരു ക്ലൈമറ്റും നല്ലൊരു നൈസായിട്ടുള്ള ക്ലൈമറ്റും കൂടെ ആയത് കാരണം നല്ല സുഖമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ പ്രസാദമാണ്. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇവിടെ കുറേ സമയം ഇരുന്നു. ഇവിടെ നിലത്ത് നല്ല മാർബിളൊക്കെ ഉള്ളത് കാരണം നല്ല തണുപ്പും പിന്നെ ഇരിക്കാൻ തന്നെ പ്രത്യേക സുഖമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തത്. കാരണം ഡൽഹി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വൃത്തികേടാണ്, നമുക്കൊന്നും വിശ്വസിച്ച് കഴിക്കാനോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും വൃത്തികെട്ട ഒരു ആംബിയൻസാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ല വൃത്തിയിൽ കണ്ടത്. അപ്പോൾ പിന്നെ എന്തായാലും ഡൽഹി വന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാത്തത് മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഓരോന്നും ട്രൈ ചെയ്തത്. ഇവിടുന്ന് കഴിച്ച എല്ലാ സാധനവും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് സിഖുകാരുടെ ഈ ഒരു ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ നേരം ക്യൂ നിൽക്കണമായിരുന്നു. നമ്മൾ കുറച്ച് നേരം നിന്നു. പിന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ക്യൂ നിന്നിട്ട് ഇത് നമ്മൾ തീരില്ല, നമുക്ക് എന്തായാലും കിട്ടില്ല ഫുഡ്. അത്രയും സമയം നമ്മളുടെ വേസ്റ്റ് ആവും. നമുക്ക് വേറെ സ്ഥലമൊന്നും കാണാൻ പറ്റാതായി പോകില്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ക്യൂ നിൽക്കാതെ തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവുകയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ നടക്കുന്നത് ഡൽഹിയിലെ ഒരു പോഷ് ഏരിയയിൽ കൂടിയാണ്. കൊണാട്ട് പ്ലേസ് അല്ലെങ്കിൽ CP എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം, ഷോറൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട്. റോഡൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള റോഡും കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണുള്ളത്.